SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 60,000-ൽ മേലെയാണ് ഇപ്പോൾ വേക്കൻസി ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. അതായത് ഇതിൻ്റെ ഈ മാസം നവംബർ തൊട്ട് ആരംഭിക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ടായില്ല. എന്നിരുന്നാലും ഈ ഒരു മാസം ലാസ്റ്റോടുകൂടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ SSC GD തസ്തികയിലേക്കുള്ള എക്സാം എഴുതാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ യോഗ്യത എന്നുള്ളത് 10ാം ക്ലാസ് മാത്രം യോഗ്യത മതി. 10ാം ക്ലാസ് മിനിമം മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. OBC, ജനറൽ, അതുപോലെ തന്നെ SC കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 170 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നു SC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഹൈറ്റിൽ ഇളവുണ്ടോ എന്നുള്ളത്. ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഹൈറ്റിനകത്ത് ഇളവ് കൊടുത്തിട്ടുള്ളൂ. അത് 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി ഷെഡ്യൂൾ ട്രൈബ് കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. ബാക്കി എല്ലാ കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളും 170 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് നിർബന്ധം തന്നെയാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ആണ് OBC, ജനറൽ, അതുപോലെ തന്നെ SC ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. ഷെഡ്യൂൾ ട്രൈബിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 152.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി. അതേ ഡൗട്ടായിരുന്നു ആൺകുട്ടികളുള്ള സെയിം ഡൗട്ട് പെൺകുട്ടികൾക്കുണ്ടായിരുന്നു എങ്കിൽ 152.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്നുള്ളത് ഷെഡ്യൂൾ ട്രൈബിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അത് അലൗഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് നിർബന്ധമായും വേണം. അടുത്ത ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 23 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. SC ST ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. അതായത് 28 വയസ്സ് വരെയുള്ള SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നർത്ഥം. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷനാണ് വരുന്നത്. 4 വിഷയങ്ങളിലായിട്ടാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാം വരുന്നത്. മാത്തമാറ്റിക്സ്, GK GS, അതുപോലെ തന്നെ റീസണിങ് പ്ലസ് ഇംഗ്ലീഷ്, അങ്ങനെ 4 സബ്ജക്റ്റുകളായിട്ടാണ് ഇതിൻ്റെ 160 മാർക്കിൻ്റെ എക്സാമിനേഷനാണ് വരുന്നത്. നിങ്ങൾ കട്ട് ഓഫ് മാർക്കിനെ പ്രതീക്ഷിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു 100 മാർക്കിന് മേലെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്തവണ വേക്കൻസി 60,000-ൽ മേലെയാണ് ഇപ്പോൾ വേക്കൻസി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 48,000-ന് മേലെയായിരുന്നു ഇപ്പോൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായത്. ഇത്തവണ ഏകദേശം 10,000-ഓളം എക്സ്ട്രാ വേക്കൻസിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിനാൽ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം പാഴാക്കാതെ, കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിട്ടേൺ എക്സാമിനേഷൻ, കാരണം പലരും 10ാം ക്ലാസ് ബേസ് അല്ലേ എന്നുള്ള അതിന് നോർമലൈസേഷനിൽ ഇത് ചിന്തിക്കാറുണ്ട്. എങ്കിൽ ഒരു ഗ്രാജുവേഷൻ സ്റ്റുഡൻറ്റ് പോലും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ SSC GD തസ്തികയിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷനകത്ത് വരുന്നത്. അതിന് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഇതിൻ്റെ സ്റ്റേജാണ് ഫിസിക്കൽ. 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ് ബോയ്സിന് വരുന്നത്. 24 മിനിറ്റിനകത്ത് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. എക്സലൻറ്റ്, ഗുഡ്, സാറ്റിസ്ഫാക്ടറി അങ്ങനെ കോളമില്ല. ജസ്റ്റ് പാസ് മാത്രമാണ് ഇത് വരുന്നത്. 24 മിനിറ്റിനകത്ത് ഓടിയെത്തുന്ന 5 കിലോമീറ്റർ 24 മിനിറ്റിനകത്ത് ഓടിയെത്തുന്ന ഉദ്യോഗാർത്ഥികളെ അടുത്ത സ്റ്റേജിലേക്ക് ക്ഷണിക്കപ്പെടുന്നതാണ്. അടുത്ത സ്റ്റേജാണ് മെഡിക്കൽ. ഗേൾസിനാണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് വരുന്നത്. ഇതിന് 8.15 മിനിറ്റാണ് ഇത് ലഭിക്കുന്നത്. ഈ ഒരു സമയത്തിനകത്ത് ഓടിയെത്തുന്ന പെൺകുട്ടികളെ ഇതിന് ക്വാളിഫൈഡ് ആവുന്നതാണ് അടുത്ത മെഡിക്കൽ സ്റ്റേജിലേക്ക്. അതായത് 3ാമത്തെ സ്റ്റേജാണ് ഇതിൻ്റെ മെഡിക്കൽ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ഫിസിക്കലിൻ്റെയും മെഡിക്കലിൻ്റെയും അതായത് SSC GDയുടെ മെഡിക്കൽ ടെസ്റ്റ് ഇപ്പോൾ ഈ മാസം നവംബർ 11 തൊട്ട് ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 1 ഇയർ കാലാവധിയാണ് ഇത് വരുന്നത്. 1 ഇയറിനകത്ത് നിങ്ങളുടെ ഫിസിക്കൽ, അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ, മെഡിക്കൽ, അതുപോലെ തന്നെ ക്വാളിഫൈ ആയ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി കോൾ ലെറ്റർ വരുന്നതുമാണ്. അതായത് ഏകദേശം 1 വർഷമാണ് SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ഒരു ഡ്യൂറേഷൻ കൊടുക്കുന്നത്. ഇത് എല്ലാ വർഷവും നവംബറിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാവാറുള്ളത്. ജനുവരി ഫെബ്രുവരി മാസം ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ നടക്കുന്നതാണ്. പിന്നെ ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഫിസിക്കൽ വരുന്നത്. പിന്നെ 2 മാസത്തിന് ശേഷം ഇതിൻ്റെ മെഡിക്കൽ. അങ്ങനെ ഈ ഒരു വർഷത്തെ ഒരു കാലാവധിക്കുള്ളിൽ ഇതിൻ്റെ എല്ലാ പ്രൊസീജിയറും അവസാനിക്കുന്നതാണ്. ലാസ്റ്റിലാണ് വരുന്നതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. അതായത് മെഡിക്കൽ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ക്ഷണിക്കുകയും പിന്നെ കോൾ ലെറ്റർ വരുന്ന ഒരു പതിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ നല്ലൊരു മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളതും അതുപോലെ തന്നെ ഫിസിക്കൽ ക്ലിയർ ചെയ്തതും മെഡിക്കൽ ക്ലിയർ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു അവസരം തന്നെയാണ്. കാരണം ഈ ഒരു വേക്കൻസി വർദ്ധിപ്പിച്ചത് കൊണ്ട് ഈ ഒരു 3 കാറ്റഗറിയിലേക്കും പാസ്സായിട്ടുള്ള ഉദ്യോഗത്തിനാണെങ്കിൽ ഒരു 90% ഹോപ്പ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത്. SSC GD എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ് ബേസ് എന്നുള്ളത്. ബേസ് അറിയാത്തൊരു ഉദ്യോഗത്തിനാണെങ്കിൽ ഈ ഒരു വരുന്നൊരു 3 മാസം വലിയൊരു
ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം മാത്തമാറ്റിക്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, GK GS നിങ്ങൾ മനഃപ്പാഠം പഠിച്ചാൽ നിങ്ങൾ പാസ്സാകാൻ സാധിക്കണം. ബട്ട് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് നല്ലൊരു ഗൈഡൻസ്, നല്ലൊരു ടീച്ചേഴ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ SSC GDയുടെ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വരുന്ന ഈ മാസം നവംബർ തൊട്ട് ഈ മാസം അവസാന വാരം തൊട്ട് ഇതിൻ്റെ 2026 ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഓരോ ഉദ്യോഗാർത്ഥിയും കേരളത്തിലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള, കാരണം 60 വയസ്സ് വരെ നമുക്ക് പെർമനൻറ്റ് സർവീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു പോസ്റ്റോട് കൂടി, പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ സർവീസിനകത്ത് തന്നെ നിങ്ങൾക്ക് CI പോസ്റ്റിലേക്കും ഹയർ റാങ്കിലേക്ക് റിട്ടേൺ എക്സാമിനേഷൻ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ആണ് SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു, നമ്മൾ 10ാം ക്ലാസ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ 10ാം ക്ലാസ് ബേസ് ആണല്ലോ SSC GD എന്നുള്ളത്, അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹയർ സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളത്. ഹയർ സ്റ്റഡി ചെയ്യാൻ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം എന്നുള്ളത് യൂണിഫോം സേന, അത് ആർമി, എയർഫോഴ്സ്, നേവി, പാരാമിലിറ്ററി എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹയർ സ്റ്റഡി ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അവർ തരുന്നത്. എല്ലാ മാസം നമുക്ക് ശമ്പളവും ലഭിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഹയർ സ്റ്റഡിയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷനിൽ മാത്രമേ നമുക്ക് ആ ഒരു ചാൻസ് ലഭിക്കുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 170 സെൻറ്റിമീറ്റർ കറക്റ്റ് ഹൈറ്റ് ഉള്ള ഒരു ഉദ്യോഗത്തിൽ കഴിഞ്ഞ 1-2 വർഷത്തെ SSC GD ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിനകത്ത് 170 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഉദ്യോഗാർത്ഥികളെ ഔട്ടാക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ആയതിനാൽ നിങ്ങൾ ഹൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ, അതായത് ഹൈറ്റ് ഇൻക്രീസ്മെൻറ്റിൻ്റെ ട്രെയിനിങ് കൂടെ ചെയ്യുക. കാരണം കറക്റ്റ് 169 അല്ലെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉള്ള ഉദ്യോഗത്തിന് 1-2 സെൻറ്റിമീറ്റർ വർദ്ധിപ്പിച്ചിട്ട് വേണം അവിടെ ഫിസിക്കൽ മെഷർമെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ, കാരണം അവിടെ 1-2 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ടാണ് അവർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ 1-2 വർഷങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫിസിക്കലും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ, റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് 3-4 മാസം കിട്ടുമെന്നുള്ള ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ചിന്താഗതി വളരെ നെഗറ്റീവ് തന്നെയാണ്. കാരണം റിട്ടേൺ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഫിസിക്കലും കൂടെ ആരംഭിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ രണ്ടും ഒരുമിച്ച് ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആയതിനാൽ ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ അപ്കമിങ് SSC GDക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക. ഡ്രോൺ അക്കാഡമിയിൽ നവംബർ 10 തൊട്ട് 2026 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇനിയും SSC GDയുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഓൾ ഇന്ത്യ ലെവലിലാണ് നമുക്കിത് സർവീസ് ചെയ്യാൻ സാധിക്കുന്നത്. CISF, BSF, ITBP അങ്ങനെ തുടങ്ങിയ 10ഓളം കാറ്റഗറിയിലേക്കാണ്. അതിൻ്റെ നമ്മൾ വേരിയസ് കാറ്റഗറിയിലേക്കായിരിക്കും എക്സാമിൻ്റെ മാർക്കിനനുസരിച്ചിട്ട്. ബട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 5 ചോയ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏതിലാണ് നിങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കേണ്ടതെന്ന്. ആ പ്രിയോറിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിക്കുന്നത്.